എല്ലാവർക്കും എൻ്റെ വീക്ക് കറിവേലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ വീട്ടിലുള്ളവരൊക്കെ സുഖമായിട്ടിരിക്കും. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ എളുപ്പത്തിൽ ഒരു പരിപ്പും തക്കാളിയും കുത്തി പൊടിച്ച് കാച്ചിട്ടുള്ള കറി വയ്ക്കാൻ പോകുന്നത്. പരിപ്പും തക്കാളിയും മുളകും ചുവന്നുള്ളി മാത്രം ഇട്ടിട്ട് കുത്തി പൊടിച്ചിട്ടുള്ള ഒരു കറി. അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിലേക്ക് ഒരു ഗ്ലാസ് പരിപ്പ് വേണം. ഒരു കുഞ്ഞ തക്കാളി ഒരു 7 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-15 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. മുളകെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നോട്. അപ്പോൾ അത് കാരണം ഞാൻ ഈ മിളകെന്ന് പറഞ്ഞിരുന്നത്, ഇപ്പം മുളകെന്ന് ഞാൻ പറയാം. ഇത് മുളക്. ഈ മുളക് ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-12 ഒരു 10 അല്ലി ചുവന്നുള്ളി. ഇതിൽ ചുവന്നുള്ളി മാത്രം കുത്തി പൊടിക്കാനായിട്ട് എടുക്കാൻ പാടുള്ളൂ, കാച്ചാനായിട്ട്. വേറെ വെളുത്തുള്ളി ഒന്നും ചേർക്കാൻ പാടില്ല. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്, പെട്ടെന്ന് എളുപ്പത്തിൽ കഴിക്കാം. അപ്പോൾ ഇതിന് ഞാൻ കഴുകി കൊണ്ടുവന്ന് തക്കാളി അരിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് കാണിക്കാം. പിന്നെ അപ്പോൾ നമ്മൾ പരിപ്പും തക്കാളിയും വെക്കേണ്ട കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ പരിപ്പ് ഇതാ ഞാൻ കഴുകി കൊണ്ടുവന്നു കുക്കറിൽ. ഇനി നമുക്കതിലേക്ക് തക്കാളി നുറുക്കി വെച്ചു, മുളക് ഇതേ ചതച്ച് വെച്ചു, മുളക് മിക്സിയിൽ കറക്കി കുത്തിപ്പൊടിയുടെ പരുവത്തിലേക്ക് ചതച്ച് വെച്ചു. പിന്നെ ചുവന്നുള്ളി ചതച്ച് വെച്ചു. പാകത്തിന് ഉപ്പിടണം. അത് കഴിഞ്ഞിട്ട് നമുക്കത് പരിപ്പ് എങ്ങനെ വേവിക്കാൻ വെക്കണമെന്നോ. എന്നാൽ പിന്നെ ആദ്യം തന്നെ നമ്മൾ കുക്കർ പരിപ്പ് കഴുകി കൊണ്ടുവന്നതാണ്. അതിലേക്ക് കുറച്ച് വെള്ളം വീത്താം. ഒരു പരിപ്പിനേക്കാളും ഇത് ഇത്രയ്ക്ക് നിൽക്കണം വെള്ളം. ഇതേ ഒരു കയ്യിൻ്റെ ഇത്രയ്ക്ക് വെള്ളം ഇതിൽ നിൽക്കണം. പരിപ്പ് ഇട്ടിട്ട് അത്ര വെള്ളം ഉണ്ടാവണം. പിന്നെ ഈ തക്കാളി നമ്മൾ കുഞ്ഞ് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടില്ലേ, അതിലിട്ട് എന്നിട്ട് കുക്കർ ഒരു അടി അടിക്കുക. എത്ര പെട്ടെന്ന് കഴിയും കേട്ടോ, എളുപ്പത്തിൽ കഴിയുന്നൊരു പണിയാണ്. എന്നിട്ട് നമുക്ക് സ്റ്റൗ കത്തിക്കുക, ഇത് വയ്ക്കുക, എന്നിട്ട് വെയിറ്റ് ഇട്ട് കൊടുക്കുക. ഒരടി അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. കുക്കർ വെച്ചിട്ടുണ്ട്, ഒരടി അടിക്കട്ടെ. ചിലവരുടെ കുക്കറിൽ 2 അടി അടിച്ചാലേ വേവുള്ള പരിപ്പ്. ഞാൻ എൻ്റെ കുക്കറിൽ 1 അടി അടിച്ചാൽ വേവും. അപ്പോൾ അതിന് അവരവരെ കുക്കറിന് അനുസരിച്ചിട്ട് പരിപ്പ് വേവിക്കുക. ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട്. 1 അടി അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ പരിപ്പ് വേവിക്കാൻ വെച്ചു, പരിപ്പും തക്കാളി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു. അതിൻ്റെ വെയിറ്റ് നമ്മൾ എടുത്ത് നോക്കാം എന്തായാലും. അതെ, പരിപ്പും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തു. 1 അടി അടിച്ചുള്ളൂ കേട്ടോ. പരിപ്പും തക്കാളി നന്നായിട്ട് വെന്തു. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 സ്പൂണ്, 1 സ്പൂൺ ഇട്ടിട്ടില്ലേ, 1/4 സ്പൂൺ ഇട്ട് ലാസ്റ്റ് നമുക്ക് നോക്കാം കാച്ചി കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടെന്ന്. ഇതിപ്പോൾ ഇത് ഉപ്പിട്ടിട്ട് ഇങ്ങനെ ഇവിടെ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിത് കാച്ചാനായിട്ട് ഇത് ചീഞ്ഞിട്ട് വയ്ക്കുക. സ്റ്റൗ കത്തിച്ച് ചീഞ്ഞിട്ട് വെച്ചിട്ട് ചീഞ്ഞിട്ട് ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ചട്ടി ചൂടായി. ഇനി നമുക്ക് വെളിച്ചെണ്ണ വീത്താം. ഇതിലേക്ക് കാച്ചാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. ഇനി വെളിച്ചെണ്ണ ചൂടാവട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി. അതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞു വെച്ചത് നമുക്കിടാം. അതൊന്നും മൊരിയിച്ചെടുക്കാം. അതിൽ കുറച്ച് കുത്തിപ്പൊടി മുളക് പൊടി നമ്മൾ എടുത്ത് വെച്ചില്ലേ, ഒരു 15 കുത്തിപ്പൊടി മുളക് തെറ്റേപ്പളും മുളകെന്ന് പറഞ്ഞ എനിക്ക് 15 മുളക് ഉണക്കമുളക്.
അതെടുത്ത് വെച്ചിട്ട് ചതച്ച് വെച്ചതാണ്. അത് ഇതിൽ ഇട്ട് കൊടുക്കാം. വേറെ എരിവൊന്നും ഇല്ലല്ലോ, നമുക്ക് ഇത് മാത്രമേ ഇതിലേക്കുള്ള എരിവേ. അപ്പോൾ ഒരു 15 എണ്ണം വേണം. എന്നിട്ട് ഇത് നന്നായിട്ട് മൊരിച്ചെടുക്കണം, നല്ലോണം മൂപ്പിച്ചെടുക്കണം. അത് മൂക്കണത് വരയ്ക്ക് നമുക്ക് മൂത്ത് കഴിയുമ്പോൾ നോക്കാം, അത് വരയ്ക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഇനി മുളക് മൂക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മുളക് നല്ലോണം മൂക്കാറായിൻ്റെ മൂത്ത് വരുന്നു. നമുക്ക് ആദ്യം 2 കറിവേപ്പില ഇട്ട് നോക്കാം. പൊട്ടണുണ്ടെങ്കിൽ മൂത്തുണ്ടെന്നർത്ഥം. ആ പൊട്ടുണ്ട്. ഇപ്പോൾ മുളക് മൂത്തു. അപ്പോൾ ബാക്കിയുള്ള കറിവേപ്പില ഇട്ട് നല്ല മാതിരി പൊട്ടി വരട്ടെ. പൊട്ടി വന്നാൽ ഈ മുളക് മൂത്തു, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പം പൊട്ടി കണ്ട എല്ലായിടത്തും പൊട്ടണത്. മുളക് മൂത്തിട്ടില്ലെങ്കിൽ വേപ്പില ഇട്ടാൽ പൊട്ടില്ല. ഇങ്ങനെ പൊട്ടണ സൗണ്ട് കേൾക്കുമ്പോഴാണ് മുളക് മൂത്തെന്നറിയാം. പിന്നെ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരിപ്പും തക്കാളിയും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് അയൽക്കാണ്ട് വീട്ടാം. എളുപ്പത്തിൽ കഴിയൂട്ടാ. എല്ലാവർക്കും ചെയ്യാൻ പറ്റണതാണ്, ജോലിക്കാർക്കും എല്ലാവർക്കും. എപ്പോഴും ഞാൻ പറയണത് തന്നെയാണ്. ഞാൻ അധികം റിപ്പീറ്റ് ചെയ്യാണ്ട് നോക്കുക, കാരണം അതൊരു കംപ്ലൈൻറ്റ് വന്നു. ഞാൻ കുറേ അധികം റിപ്പീറ്റ് ചെയ്ത് പറയണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അങ്ങനെ പറയാണ്ടിരിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ എന്നോട് ആവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഓൾറെഡി അങ്ങനെയാണേ, അത് കാരണം. അപ്പോൾ ഇപ്പോൾ ഈ കറി നല്ല ടേസ്റ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി ഉപ്പ് നോക്കട്ടെ. ഇതിൽ 3/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനെപ്പോഴും ഇങ്ങനത്തെ ടീസ്പൂണിലാണ് ഇടുക. അപ്പോൾ ഇതിലൊരു 3/4 ടീസ്പൂൺ ഇട്ടു. ഞാനിനി ഉപ്പ് നോക്കട്ടെ. നല്ല ടേസ്റ്റ് കേട്ടോ. അതിൽ വേറെ ഒന്നും വേണ്ട, വെറുതെ ചുവന്നുള്ളിയും മുളകും. ഈ പരിപ്പ്, 1 ഗ്ലാസ് പരിപ്പും ഒരു കുഞ്ഞ തക്കാളി ഒരു 5-6 എണ്ണം അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. 6 എണ്ണം. അപ്പം അത് ഇതിപ്പോൾ തിളച്ചു. ഇനിയിപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോണ്. അപ്പം എന്താ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഞാൻ ഒന്ന് ഉപ്പ് നോക്കട്ടെ. ഒരല്പം കൂടി കുറവുണ്ട് കേട്ടോ. അപ്പം ശരിക്ക് 3/4 ഇട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് 1/4 ടീസ്പൂൺ കൂടി ഇട്ടു. ഇപ്പോൾ എല്ലായിടത്തും പാകമായിട്ടുണ്ടാവും. ഇത് നല്ല ടേസ്റ്റുള്ള കറി കേട്ടോ. നല്ല ടേസ്റ്റ്, എളുപ്പം കഴിയും. വെറുതെ കുത്തിപ്പൊടിച്ച് കാച്ചിരുന്ന പനിയുള്ളതിന് പെട്ടെന്നൊക്കെ ചെയ്യാൻ പറ്റിയ കറിയാണ്. ഇതിലേക്ക് വല്ല 2 പപ്പടം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ചോറുണ്ടാവും. അപ്പോൾ അതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. സബ്സ്ക്രൈബൊക്കെ ചെയ്യണം, സഹായിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോണ്. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്ക് നന്ദി, നമസ്കാരം. സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവാം കേട്ടോ. ഓഫ് ചെയ്തു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.